നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണായാമം. പ്രാണായാമം എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസ്. നമ്മുടെ ബ്രീത്തിങ് നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. പ്രാണായാമം പരിശീലിക്കുന്നതിന് വേണ്ടി യോഗ മാറ്റിൽ നിവർന്നിരിക്കുക. വലത് കൈയിൽ പ്രാണായാമ മുദ്ര സ്വീകരിക്കുക. വലത് കൈയുടെ തള്ളവിരലും അവസാനത്തെ 2 വിരലും നിവർത്തി പിടിക്കണം. നാസികയുടെ വലത് ഭാഗം അടച്ചു പിടിച്ചതിന് ശേഷം ഇടതുവശത്തു സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പൂർണ്ണമായി എടുത്തു കഴിയുമ്പോൾ ഇടതുവശവും പിടിക്കുക. അല്പനേരം ശ്വാസം ഹോൾഡ് ചെയ്യുക. തുടക്കക്കാർ ഹോൾഡ് ചെയ്യണമെന്നില്ല. ശേഷം വലതുവശത്തുകൂടി സാവധാനം ശ്വാസം പുറത്തേക്ക്. വലതുവശത്തു തന്നെ ശ്വാസം അകത്തേക്ക് എടുക്കുക. വലതുവശവും അടച്ചു പിടിച്ച് അല്പനേരം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇടതുവശത്തുകൂടി സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് സൈഡിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ഇടുക. ഹോൾഡ് ചെയ്യുക. വലത് സൈഡിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഈ രീതിയിൽ കഴിയുന്നത്ര പ്രാവശ്യം ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ എണ്ണം കുറച്ച് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയവും കുറയ്ക്കുക. അതിനുശേഷം മേണ ദൈർഘ്യം കൂട്ടാവുന്നതാണ്. നട്ടെല്ല് നിവർത്തിയിരിക്കണം. കണ്ണുകൾ അടച്ച് ശ്വാസഗതിയിൽ മാത്രമായിരിക്കണം ശ്രദ്ധിക്കണം. പത്മാസൻ, അർദ്ധപത്മാസൻ തുടങ്ങിയ ധ്യാനാസനങ്ങളിൽ ഇരുന്ന് വേണം പ്രാണായാമം പരിശീലിക്കാൻ. ഇടത് കൈയിൽ ചിന്മുദ്ര സ്വീകരിക്കുക. നാസികയുടെ ഇടതുവശത്തുകൂടി എടുത്തുകൊണ്ടാണ് പ്രാണായാമം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുവശത്തുകൂടി പുറത്ത് വിട്ടുകൊണ്ട് വേണം അവസാനിപ്പിക്കുവാനും. സാവധാനം നിങ്ങൾ കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വെച്ച് അല്പനേരം ധ്യാനാവഹിക്കുക. താങ്ക് യു.